ഈ നഗരത്തിൽ, ഈ തിരുവനന്തപുരത്ത്, ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? 10 ദിവസമായിട്ട് ഈ തിരുവനന്തപുരം സിറ്റിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ 10 ദിവസമായി വെള്ളം കെട്ടിക്കിടക്കുക. സാർ, ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു, ADM-നെ വിളിച്ചു, കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു. എല്ലാ ആളുകളും ഒന്ന് കരയാണ്. എത്ര പേർക്കാണ് രോഗം ബാധിച്ചത്? വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾ ഈ നഗരമധ്യത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ത് സംവിധാനമാണ് സാറുള്ളത്? ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഈ മലിനജലം മുഴുവൻ വീടുകളിലെത്തുക, വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിലെത്തുക. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ വിഷാംശമുള്ള ഈ വെള്ളം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ബഹുമാനപ്പെട്ട ഈ നഗരത്തിൽ നിന്നുള്ള മന്ത്രി ഇത് അറിഞ്ഞില്ലേ? എത്ര പത്രങ്ങളിൽ എത്ര ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്? എത്ര ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ടോ? ഒരാളുമില്ല. ഞാൻ പറയില്ല, ഞാൻ വിളിച്ച് ഇപ്പൊ ചെയ്യാന്ന് പറയും. ഇതുവരെ പോയിട്ട് പോലുമില്ല ഒരാളങ്ങോട്ട്. ഇതാണ് സ്ഥിതി. ഇതാണ് ഈ സംസ്ഥാനം മുഴുവൻ.